ഹലോ, ഒരു ഈവനിങ് വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം വൈകുന്നേരത്തെ പണികളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഈ ഒരു ഈവനിങ് വ്ളോഗ്. അപ്പോൾ ഇതാ അലക്കിയിട്ട തുണികളൊക്കെ എടുക്കുകയാണ് ആദ്യത്തെ പരിപാടി. അപ്പം ഇതാ ഞാൻ ബാൽക്കണിയിലാണ് തുണികളൊക്കെ ഇതാ വിരിച്ചിട്ടത്. അപ്പോൾ അതൊക്കെ വേഗം എടുത്തിട്ട് വേഗം തന്നെ ഡോറടിച്ചു. കാരണം ഇവിടെ ഭയങ്കരമായിട്ട് ഈച്ച ശല്യമുണ്ട്. അപ്പോൾ അത് കുറേ നേരം തുറന്നിടാൻ വയ്യ. അപ്പം ഞാൻ വേഗം അത് തുണികളൊക്കെ എടുത്തിട്ട് ഇതാ ബെഡിൽ കൊണ്ടുപോയിട്ടു. എന്നിട്ട് മടക്കി വെച്ചു. മടക്കാനുള്ള തുണികളൊക്കെ മടക്കി വെച്ചു. പിന്നെ കുറച്ച് തുണികളൊക്കെ അയൺ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ സെപ്പറേറ്റ് അത് വെച്ചതിന് ശേഷം വേഗം തുണികളൊക്കെ മടക്കിയിട്ട് വെച്ചു. അവിടെ അടുത്ത് തന്നെയാണ് നമ്മുടെ അലമാര. അപ്പോൾ പിന്നെ വേഗം തന്നെ അവിടെ നിന്ന് മടക്കി അതിലേക്ക് വെക്കാമല്ലോ എന്ന് വെച്ചിട്ടാണ് പിന്നെ അവിടെ കൊണ്ടുപോയിടുന്നത്. അപ്പോൾ അലമാരയിലേക്ക് ഇതാ തുണികളൊക്കെ ഓരോ സ്ഥലത്തേക്ക് വെക്കേണ്ടതൊക്കെ ഒരു സ്ഥലം നോക്കി തന്നെ വെച്ചു. പിന്നെ ഇതാ 2-3 ഷർട്ടാണ് അയൺ ചെയ്യാനുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ വേഗം അയൺ ചെയ്തിട്ട് വെച്ചു. ഹാങ് ചെയ്ത് വയ്ക്കാമെന്ന് വെച്ചു. അപ്പം ഞാൻ ബെഡിൽ ഇട്ടിട്ട് തന്നെയാണ് അയൺ ചെയ്യുന്നത്. അത്യാവശ്യം നല്ല കട്ടിയുള്ള ഒരു ടൈപ്പ് ബെഡ്ഷീറ്റാണ്. അപ്പോൾ പിന്നെ വലിയ പ്രശ്നമില്ല, അവിടെ തന്നെ അയൺ ചെയ്യാം. അപ്പോൾ വേഗം 3 ഷർട്ട് ആയിരുന്നു. അപ്പോൾ 3 ഷർട്ട് വേഗം അയൺ ചെയ്തിട്ട് ഹാങ്ങറിൽ ഹാങ് ചെയ്ത് വെച്ചു. അപ്പോൾ ഹാങ് ചെയ്യാനുള്ള സൗകര്യം നമ്മുടെ അലമാരയിൽ തന്നെ ഉണ്ട്. അപ്പോൾ പിന്നെ അതിൽ തന്നെ വയ്ക്കാം. ഈ വൈറ്റ് ഷർട്ടൊക്കെ നമ്മൾ അയൺ ചെയ്ത് പുറത്ത് ഇങ്ങനെ ഹാങ് ചെയ്യുന്ന സമയത്ത് പൊടികളൊക്കെ വേഗം അതിലേക്ക് പിടിക്കും. അപ്പോൾ അതിലും ബെറ്റർ നമ്മുടെ അലമാരയിൽ തന്നെ ആ സൗകര്യം ഉള്ളതുകൊണ്ട് സുഖമായി. പിന്നെ വേഗം നമുക്കത് അതിൻ്റെ ഉള്ളിൽ വയ്ക്കാമല്ലോ, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ വേഗം അതാ ഹാങ്ങറൊക്കെ എടുത്ത് ഞാൻ ഷർട്ടൊക്കെ അതിലേക്ക് ഹാങ് ചെയ്ത് വെച്ചു. അപ്പോൾ ഒരു ഹാങ്ങറിന് കുറവുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് എൻ്റെ ഒരു ടോപ്പ് ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റിയതിന് ശേഷം ഷർട്ട് ഇതിലേക്ക് ഹാങ് ചെയ്ത് വെക്കാമെന്ന് വെച്ചു. പിന്നെ ഇതാ ഈ പരിപാടിക്ക് കഴിഞ്ഞിട്ട് വേഗം ചെന്നത് അടുക്കളയ്ക്കാണ്. അപ്പോൾ അടുക്കളയിൽ നമുക്കിന്ന് വൈകുന്നേരത്തേക്ക് ചായക്ക് കടി ഉപ്പുമാവ് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ഉപ്പുമാവിന് റവ വറുക്കാൻ വേണ്ടി ചട്ടിക്ക് അടുപ്പത്ത് വെച്ചു. അപ്പോൾ ചട്ടി ഒന്ന് ചൂടായി വരുന്നതിന് അപ്പോൾ ഞാൻ വേഗം രാവിലെ കുറച്ച് പച്ചമുളക് കഴുകിയിട്ട് അവിടെ ഉണക്കാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു, വെള്ളം പോകാൻ വേണ്ടിയിട്ട്. അപ്പം വെള്ളമൊക്കെ ഒന്ന് പോയതിന് ശേഷം ഞാനതാ നമ്മുടെ ഐസ്ക്രീം ബോക്സിലാണ് ഞാനത് ഇട്ടേക്കുന്നത്. ഈ വക ബോക്സുകളൊന്നും ഞാൻ കളയാറില്ല, കാരണം ഇതുപോലത്തെ പരിപാടികൾക്കൊക്കെ വേണ്ടി വരുമല്ലോ. അപ്പോൾ ഞാൻ പച്ചമുളക് ഇതാ നമ്മുടെ ഒരു ഐസ്ക്രീം ബോട്ടിലേക്ക് ഇട്ട് വെച്ചു. അപ്പോൾ ഉപ്പുമാവിലേക്ക് വേണ്ടിയിട്ടുള്ള പച്ചമുളക് ഇതപ്പോൾ അവിടെ പുറത്ത് തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ഇതാ നമ്മുടെ ചട്ടിയൊക്കെ അത് ചൂടായി. അപ്പോൾ ഞാൻ ഉപ്പുമാവിന് വേണ്ടിയിട്ടുള്ള റവ ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് റവ അതിലേക്ക് ഇട്ടിട്ട് വേഗം തന്നെ നമ്മുടെ സ്പൂൺ എടുത്തിട്ട് വേഗം കയ്യിലെടുത്തിട്ട് നമ്മൾ വേഗം റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. കാരണം കൈയെടുക്കാതെ ചെയ്യണം, പെട്ടെന്ന് അടി പിടിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കൈയെടുക്കാതെ ഒരു 3-4 മിനിറ്റ് അങ്ങനെ തന്നെ റോസ്റ്റ് ചെയ്യുക, പെട്ടെന്ന് തന്നെ റെഡിയാവും. ഇങ്ങനെ റോസ്റ്റ് ചെയ്തിട്ടുള്ള ഉപ്പുമാവ് ഭയങ്കര ടേസ്റ്റാണല്ലോ കഴിക്കാൻ. അപ്പം പിന്നെ അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കൈയെടുക്കാത്തൊരു 3-4 മിനിറ്റ് അങ്ങനെ തന്നെ റോസ്റ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ അതവിടെ ചൂടാറാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വേഗം മീൻ വറക്കാൻ വേണ്ടിയിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നന്നാക്കി വെച്ചു. അത് വേഗം പേസ്റ്റ് ആക്കിയിട്ട് നമുക്ക് മീനിൽ മസാല തേക്കാമെന്ന് വിചാരിച്ചു. ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ മുളക് പൊടി ഇട്ടിട്ട്. ഇവിടെ കിട്ടുന്നത് വലിയ ഉള്ളി, അധികവും വെളുത്തുള്ളി. ഈ ചൈനീയത്തതാണ് അധികം ആൾക്കാരും വാങ്ങുന്നത്, കാരണം കുറച്ച് വലുതാണ്. പക്ഷെ നമ്മുടെ നാട്ടിലത്തെ വെളുത്തുള്ളിയുടെ അതേ ഫ്ലേവറൊന്നും, ഭയങ്കരമായിട്ടുള്ള ഫ്ലേവറൊന്നുമില്ല. ഇതൊരു 5-6 ഇട്ടാലാണ് നമ്മുടെ നാട്ടിലത്തെ ഒരു 2 വെളുത്തുള്ളിയുടെ അല്ലിയിടുന്ന ഗുണമൊക്കെ കിട്ടുള്ളൂ. പിന്നെ അതാ ഇഞ്ചിയും വേണം, നമ്മുടെ ഉപ്പുമാവിലേക്കും ഇഞ്ചി വേണം. അപ്പോൾ ഞാൻ അതിലേക്കും വേണ്ടിയിട്ടുള്ളതും കൂടെ നന്നാക്കി എടുക്കുകയാണ്. അങ്ങനെ ഞാൻ കഴുകിയിട്ട് ഇതാ നമ്മുടെ പേസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇഞ്ചി കുറച്ച് അത്യാവശ്യം നല്ലതാണ്. അപ്പോൾ ഞാനത് ചെറിയ പീസുകളാക്കിയിട്ട് അതിലേക്ക് ഇടുകയാണ്. കുറച്ച് വെള്ളം ചേർത്തിട്ടാണ് ഞാൻ അടിച്ചെടുക്കുന്നത്, എന്നാലും നല്ലോണം പേസ്റ്റ് ആവുള്ളൂ. മറ്റേത് ഭയങ്കര പ്രയാസമാണ് പേസ്റ്റായി കിട്ടാൻ.
അങ്ങനെ ഞാൻ മീൻ ഇതാ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ അതിലേക്ക് ഇട്ടിട്ട് മസാലയ്ക്ക് ഒന്ന് നല്ലോണം കുഴച്ചെടുക്കാമെന്ന് വിചാരിച്ചു. വേറെ പൊടികളൊന്നും ഇടയില്ല. നമ്മുടെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ടിട്ട് നല്ലോണം ഒന്ന് പരട്ടിയെടുക്കാം. ഇപ്പം എന്താ പറയുക, പൊരിക്കുന്നില്ല, വറുത്തെടുക്കുന്നില്ല, മീൻ വറക്കുന്നില്ല. കാരണം കഴിക്കാൻ നേരത്തെ രാത്രിയാണ്. അപ്പോൾ പിന്നെ ഇപ്പം തന്നെ മസാല തേച്ച് വെച്ചാൽ പിടിക്കാമല്ലോ എന്ന് വെച്ചിട്ട് നല്ലോണം മസാലയൊക്കെ മീനിലേക്ക് ഇറങ്ങിക്കൂടല്ലോ എന്ന് വെച്ചിട്ട് വരട്ടി വയ്ക്കുകയാണ്. അപ്പോൾ ഉപ്പും പാത്രത്തിലേക്ക് നമ്മൾ ഉപ്പിട്ട് വെച്ചിട്ടില്ല, അപ്പോൾ പണിയുണ്ട്. അങ്ങനെ ഉപ്പൊക്കെ ഇട്ട് മസാല നല്ലോണം മീനിലേക്ക് പിടിക്കത്തക്ക വിധം തിരുമ്മി വയ്ക്കുക. അങ്ങനെ മീനിലുള്ള അരപ്പൊക്കെ മീൻ ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് മീൻ. പിന്നെ അത് ഉപ്പുമാവിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി, പിന്നെ ക്യാരറ്റ്, പച്ചമുളക്, ഇഞ്ചിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വെക്കാമെന്ന് ചോദിച്ചു. എന്നാൽ പിന്നെ നിമിഷം വന്നിട്ടേ ഞാൻ ഉണ്ടാക്കുള്ളൂ. കാരണം ഉപ്പുമാവല്ലേ, പെട്ടെന്നാവുമല്ലോ. അതൊക്കെ അരിഞ്ഞ് വെച്ചതിന് ശേഷം ഞാനിതാ കുറച്ച് പാത്രങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കൈയോടെ കഴുകി വെക്കാമെന്ന് വെച്ചു. എന്നാൽ അത്രയും പണി കുറഞ്ഞല്ലോ. പാത്രങ്ങളൊക്കെ കഴുകി കഴിഞ്ഞാൽ എന്തായാലും സിങ്ക് കഴുകാനുണ്ടാവും. കാരണം വേസ്റ്റും കാര്യങ്ങളൊക്കെ അതിലുണ്ടാവും. ഞാൻ വേസ്റ്റൊക്കെ വേഗം പെറുക്കിയിട്ട് നമ്മളത് തൊട്ടടുത്ത് തന്നെ ഒരു പ്ലാസ്റ്റിക് കവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് എടുത്തിട്ടു. ശേഷം അവിടെ സിങ്കൊക്കെ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി വേസ്റ്റൊക്കെ കുഞ്ഞു വേസ്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട്. പിന്നെ അത് വേസ്റ്റ് ഞാനത് പുറത്തേക്ക് കൊണ്ടുപോയിടാൻ വേണ്ടിയിട്ട് ഡോറ് തുറന്ന സമയത്ത് പുറത്ത് അപ്പുറത്തെ റൂമിൽ നിന്ന് ആരും സംസാരിക്കുന്നത് പുറത്ത് നിന്നിട്ട്. അപ്പം ഞാൻ പോകണോ വേണ്ടെന്നുള്ള സംശയത്തിലിങ്ങനെ നിന്ന് പോയി. പിന്നെ വേഗം കൊണ്ടുപോയിട്ടിട്ടതാ അകത്ത് കയറി വേഗം വാതിലടച്ചു. അവിടെ ഡസ്റ്റ്ബിൻ ഉണ്ട്, അപ്പോൾ അതിലിട്ടാൽ മതി. പിന്നെ അവിടുത്തെ ഈ സെക്യൂരിറ്റി പോലത്തെ ആൾക്കാർ അവർ കൊണ്ടുപോയിട്ട് നമ്മൾ പുറത്ത് കൊണ്ടുപോയിട്ട് കളഞ്ഞോളും. പിന്നെയുള്ള പരിപാടി എന്ന് പറഞ്ഞത് ഞാൻ രാവിലെ അടിച്ച് വാരിയിടും, പിന്നെ വൈകുന്നേരം തുടയ്ക്കും. അപ്പം തുടയ്ക്കൽ പരിപാടിയാണ്. തുടയ്ക്കലൊക്കെ കഴിഞ്ഞു. ഞാൻ മോപ്പ് ബാത്റൂമിൽ നിന്ന് കഴുകി, പിന്നെ നല്ലോണമൊക്കെ ഒന്ന് സോപ്പൊക്കെ ഇട്ട് കഴുകിയതിന് ശേഷം ബാത്റൂമൊക്കെ ഒന്ന് കഴുകിയിട്ടു. എന്തായാലും വേസ്റ്റും കുഞ്ഞു വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ കൈയോടെ അതൊക്കെ ഒന്ന് കഴുകി. പിന്നെ ഇനി ഉള്ള പരിപാടി എന്ന് പറയുന്നത് മേലെഴുകാനാണ്. അപ്പോൾ പോയിട്ട് വേഗം തന്നെ മേലെഴുകാൻ പോയി. ആ ബാത്റൂമിലാണ് വാഷിംഗ് മെഷീൻ ഉള്ളത്. അപ്പോൾ പിന്നെ അവിടെ തന്നെ മേലെഴുകി തുണി അലക്കാനുള്ള തുണി പിന്നെ അതിലേക്ക് തന്നെ ഇടാമല്ലോ വെച്ചിട്ട് അപ്പം തന്നെ മേലെഴുകി. പിന്നെ വേഗം വന്നതാ തുണികളൊക്കെ
അതിലേക്ക് ഇട്ടതിന് ശേഷം അതാ മേലൊക്കെ കഴുകി വന്ന് ഞാൻ മുടിയൊക്കെ ഒന്ന് കെട്ടറുത്ത് ചീകി ഒതുക്കി വെച്ചു. എനിക്ക് ഇങ്ങനെ മുടി കെട്ടുന്നതാണ് ഇഷ്ടം. കാരണം നമുക്ക് ഭയങ്കര ചില ചൂട് കൊടുക്കില്ല, ഭയങ്കര സുഖമാണ്. പിന്നെ വിളക്ക് കത്തിക്കാനുള്ള പരിപാടിയിൽ ഞാൻ അതാ ഈ വിളക്ക് കത്തിക്കുന്ന അവിടെയൊക്കെ നല്ലോണം വൃത്തിയാക്കി തുടച്ചിടുകയാണ്. പിന്നെ വിളക്കൊക്കെ കഴുകാനുണ്ടെന്ന്, അപ്പോൾ അതൊക്കെ കഴുകി അങ്ങനെ ആ വിളക്കൊക്കെ കഴുകി കൊണ്ടുവച്ചതിന് ശേഷം ആ വിളക്ക് കത്തിക്കാനുള്ള പരിപാടിയില്ല. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ചു. കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നപ്പോൾ തന്നെ ലിപ്ഷേട്ടൻ വന്നു. ലിപ്ഷേടെ വന്നപ്പോൾ പിന്നെ വേഗം ചായക്ക് വെള്ളമൊക്കെ ഒഴിച്ച് നല്ല പാൽ ചായയാണ്. അപ്പോൾ ഞാൻ ഉപ്പുമാവ് ഉണ്ടാക്കിയില്ല, കാരണം ലിപ്ഷേടെ വരുന്ന സമയത്ത് കുറച്ച് പുറത്തുള്ള എണ്ണക്കടികൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കിട്ടുന്ന താമിയും പിന്നെ സാധാ സമൂസയും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ചായ കുടിക്കാമെന്ന് വെച്ചു. അപ്പോൾ വേഗം തന്നെ അത് ടേബിളിലൊക്കെ കൊണ്ടുവച്ചു. ചായ കുടിച്ച് ലിപ്ഷേടെ പുറത്തേക്ക് പോയി. അപ്പോൾ രാത്രിയാണ് ഞാൻ തുണിയൊക്കെ അലക്കാറ്. അപ്പോൾ വേഗം അലക്കി ബാൽക്കണിയിൽ കൊണ്ടുപോയിട്ട് എൻ്റെ തുണിയൊക്കെ അതാ വിരിച്ചു. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ലിപ്ഷേടെ വന്നപ്പോഴേക്കും മീനൊക്കെ വറുത്തു. പിന്നെ ചോറൊക്കെ ഒന്ന് ചൂടാക്കാറുണ്ടായിരുന്നു, രാവിലെ വെച്ചതാണ്. അപ്പോൾ പിന്നെ ഒന്ന് ചൂടാക്കാമല്ലോ എന്ന് വെച്ചിട്ട് വേഗം ചോറൊക്കെ കഴുകി അടുപ്പത്തേക്ക് വെച്ചു. അത് തിളച്ച് വരുമ്പോഴത്തേന് ഞാൻ കുറച്ച് പപ്പടവും കൂടെ കാച്ചി. പപ്പടും പിന്നെ രാവിലെ വെച്ച സാമ്പാറും പപ്പടും പിന്നെ മീൻ വറുത്തതും കൂട്ടി അടിപൊളി ഒരു ഭക്ഷണമാക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ചോറ് കഴുകാൻ വേണ്ടിയിട്ട് ചോറൊക്കെ കഴുകി വേഗം തന്നെ അത് അടുപ്പത്തേക്ക് വെച്ചു. അപ്പോഴേക്കും ഞാൻ വേഗം പപ്പടം പൊള്ളിക്കാനുള്ള എണ്ണയൊക്കെ ചട്ടിയിൽ ഒഴിച്ച് വെച്ചു. അത് വേഗം എണ്ണ ചൂടായി വരുമ്പോഴേക്കും ഞാൻ വേഗം പപ്പടമൊക്കെ കാച്ചിയെടുത്തു. പിന്നെ അതേ ചട്ടിയിൽ തന്നെ പെട്ടെന്ന് തന്നെ മീനും വറുത്തെടുത്ത് ഒരു 9:30 മണീൻ്റെ മുന്നേ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ അടുക്കളയിലുള്ള പാത്രങ്ങളൊക്കെ കഴുകി വെച്ച് അടുക്കളയൊക്കെ നല്ലോണം തുടച്ചു. 10:30 ആയപ്പോൾ തന്നെ ഞങ്ങൾ കിടക്കാനുള്ള പരിപാടി തുടങ്ങി. കാരണം രാവിലെ നേരത്തെ എഴുന്നേൽക്കും, ചേട്ടൻ ചോറും എല്ലാം കൊണ്ടുപോകും, ചോറും കറിയൊക്കെ കൊണ്ടുപോകും. അപ്പോൾ പിന്നെ അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ കിടന്നാലാണ് നേരത്തെ എഴുന്നേൽക്കാൻ കഴിയും. അപ്പം പുതുതായിട്ട് കാണുന്നവരൊക്കെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിലൂടെ